കാസർഗോഡ് KSTP റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കുമ്പളയിൽ നിന്ന് ബദിയടുക്കയിലേക്ക് പോകുന്ന ഭാഗത്താണ് അപകടങ്ങൾ വർദ്ധിക്കുന്നത്. അശാസ്ത്രീയ നിർമ്മാണവും അമിത വേഗതയുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അടുക്കത്തുബയൽ സ്വദേശി അജിത്താണ് കുമ്പള ഭാസ്കർ നഗറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. 3 മാസങ്ങൾക്കിടയിൽ 32 അപകടങ്ങളാണ് പ്രദേശത്തുണ്ടായത്. പലർക്കും ഗുരുതര പരുക്കേറ്റു. അപകടത്തിൽ ബോധം നഷ്ടപ്പെട്ട ചിലർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 വർഷത്തിനകത്ത് ഓൾറെഡി ഒരു 25 ആക്സിഡൻറ്റും അതിൽ ഓൾറെഡി ഇന്നലെ ഒരു ഡെത്തായി. അല്ലാതെ ഒരു 6 മാസം മുമ്പ് നടന്ന ഒരു ആക്സിഡൻറ്റിൽ ഒരു ലേഡീസ് കോമയിലാണ് ഇപ്പോഴും. അവർ ഇന്നും റിക്കവർ ആയില്ല എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇത് വർദ്ധിച്ചു വരികയാണ്. സോ ആസ് എ നാട്ടുകാരായി നമുക്ക് ഇത് വളരെ കഷ്ടം തോന്നുന്നുണ്ട്. ഇവിടുത്തെ റോഡ് ഒരു അൺസയൻറ്റിഫിക്കായി ചെയ്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു വിലയിരുത്തൽ. കുമ്പളയിൽ നിന്ന് ബദിയടുക്ക, ഉക്കിനടുക്ക തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡ് അടുത്തിടെയാണ് നവീകരിച്ചത്. മെഡിക്കൽ കോളേജിലേക്കും ഈ റോഡിലൂടെ വേണം സഞ്ചരിക്കാൻ. വാഹനങ്ങൾ അമിത വേഗതയിലെത്തുന്നതും ഭാസ്കർ നഗർ ഭാഗത്തുള്ള അശാസ്ത്രീയമായ നിർമ്മാണവും അപകടത്തിന് കാരണമാകുന്നുണ്ട്. മഴ എപ്പോഴും കൂടുതൽ വരുന്നത് അപ്പോൾ ആ സമയത്താണ് കൂടുതലായിട്ട് ഇവിടെ ആക്സിഡൻറ്റ് വരുന്നത്. എന്നാൽ ഒന്നാമത്തെ മഴയ്ക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി നിൽക്കില്ല, വണ്ടി സ്കിഡാകുന്നുണ്ട്. ഒരു സൈഡിലേക്ക് പോകുന്നത് ലെഫ്റ്റ് സൈഡ്, ഇവിടുന്ന് ഈ ഭാഗത്ത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് പോകുന്നത് എല്ലാ വണ്ടി ലെഫ്റ്റ് സൈഡ് വന്നിട്ട് അവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ പോകും. ഇല്ലെങ്കിൽ അവിടുന്ന് റിവേഴ്സ് സ്കിഡായിട്ട് വന്നിട്ട് ഇതിനടിക്കും. ഈ മതിലിന് ഒരു 3-4 പ്രാവശ്യമായി അടിച്ച വണ്ടി. നായ്ക്കാപ്പിനും കുമ്പളയ്ക്കുമിടയിൽ അപകടക്കിണിയായ ഈ ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ കൊണ്ട് മാത്രം പ്രയോജനമില്ല. പ്രദേശത്ത് അപകടം ഒഴിവാക്കാൻ റോഡ് പുതുക്കി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.